ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ദ ഫ്രണ്ട് എന്ന പോയത്തിലെ ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. ഒരു മോഡലായിട്ട് പറഞ്ഞു തരാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് അർജുൻ. ഹീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ് ബിക്കോസ് he makes me happy always and helps in times of need. Makes me feel safe and supported. He shares everything. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. അത് എന്തുകൊണ്ടാണ്, വൈ, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നും മെൻഷൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? ഒരു ഗുഡ് ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നാണ് ഈ പോയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. From the poem, I learned that a good friend is someone who stands by you in good times and bad. They choose to be with you, support you and speak well of you. ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നല്ല സമയത്തും ചീത്ത സമയത്തും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെപ്പറ്റി നല്ലത് പറയും ഒക്കെ ചെയ്യുന്നതായിരിക്കണം ഒരു നല്ല ഫ്രണ്ട്. അതാണ് ഈ പോയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. Third question, how does a friend's presence make your life more secure? ഫ്രണ്ടിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് കൂടുതൽ സെക്യൂർ ആവുന്നത്, കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവുന്നത്? യുവർ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ ബിക്കോസ് ദേ ആർ ഓൾവേസ് ദെയർ ഫോർ യു നോ മാറ്റർ വാട്ട്. ദേ ഷെയർ യുവർ കൺസേൺസ് ആൻഡ് ജോയ് and their strength supports you through challenges. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതം കൂടുതൽ സെക്യൂർ ആക്കും. എങ്ങനെ? അവർ നിങ്ങളെ കൺസേൺസ്, ജോയ്സ്, അവരുടെ സ്ട്രെങ്ത് ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ചാലഞ്ചസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം എൻകറേജസ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? എങ്ങനെയാണ് ഈ പോയം നമ്മളെ നല്ല ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്? ദ പോയം എൻകറേജസ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് ബൈ ഷോയിങ് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്, ലോയൽറ്റി, സപ്പോർട്ട് ആൻഡ് ജെനുവിൻ കെയർ. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ബീയിങ് എ ട്രൂ ഫ്രണ്ട് മീൻസ് ബീയിങ് ദെയർ ഫോർ സംവൺ ത്രൂ തിക്ക് ആൻഡ് തിൻ ആൻഡ് സെലിബ്രേറ്റിംഗ് ദെയർ സക്സസസ് ആസ് ഇഫ് ദേ വെയർ ആർ ഓൺ. ഈ പോയത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗുഡ് ഫ്രണ്ട് ആവാനെന്ന് ചോദിച്ചാൽ ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് കാണിച്ചുകൊണ്ടാണ്. ലോയൽറ്റിയും സപ്പോർട്ടും ജെനുവിൻ കെയറും ഒക്കെ. നമ്മളൊരു ട്രൂ ഫ്രണ്ട് ആവണമെങ്കിൽ നമ്മുടെ സ്വയം ഫ്രണ്ടിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും നമ്മൾ കൂടെ നിൽക്കണം. അവരുടെ സക്സസ് നമ്മുടേതുപോലെ നമ്മൾ ആഘോഷിക്കുകയും വേണം. ആക്ടിവിറ്റി നമ്പർ 1, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസാണ് ചോദിച്ചിട്ടുള്ളത്. ഷെയറിങ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വേറെ കുറച്ച് ക്വാളിറ്റീസ്, കെയറിങ്, സപ്പോർട്ടീവ്, എൻകറേജിങ്, ഹെൽപ്ഫുൾ, ട്രസ്റ്റ് വർത്തി. ഇതുകൂടാതെ നിങ്ങൾക്ക് വേറെയും ക്വാളിറ്റീസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി നമ്പർ 2, റീഡ് ദ ലൈൻസ് ഓഫ് ദി പോയം. എ ഫ്രണ്ട് ഇസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അവസാനം എൻഡ് ചെയ്യുന്നത് ഒരേ ഉച്ചാരണത്തിലാണെങ്കിൽ അത്തരം വാക്കുകൾക്ക് റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. സാധാരണ ഇത് പോയത്തിൻ്റെ അവസാനങ്ങളിലാണ് കണ്ടെത്തുന്നത്, ലൈനിൻ്റെ അവസാനം. ഇനി പോയത്തിലുള്ള ബാക്കി റൈമിംഗ് വേർഡ്സ്: ചോയ്സ് വോയ്സ്, വെം ഹെം, സ്മോൾ ഓൾ, ടേൺ കൺസേൺ, ബി സി, ടെൽ വെൽ, ഫ്രണ്ട് എൻഡ്. ഇതൊക്കെയാണ് ഈ പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ്. Activity number 3, you all have friends, don't you? Do you know the likes and dislikes of your friends? Ask your friends about their likes and dislikes and write them in the space provided. An example is given for you. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടങ്ങൾ, ലൈക്സ്, ഡിസ്ലൈക്സ്, അനിഷ്ടങ്ങൾ ചോദിച്ചിട്ട് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ, ഹീ ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് സെൻറ്റൻസസുകൾ ഇങ്ങനെയാണ്. രാമു ലൈക്സ് ബിരിയാണി, ഹീ ഡസൻ ലൈക്ക് നൂഡിൽസ്. സീത ലൈക്സ് ഡാൻസിങ്, ഷീ ഡസൻ ലൈക്ക് സിംഗിങ്. റിയ ലൈക്സ് പെയിൻറ്റിങ്, ഷീ ഡസൻ ലൈക്ക് റീഡിങ്. Amal likes cooking,
he doesn't like cleaning. I like playing. I don't like studying. ഡസൻറ്റിൻ്റെയും ഡോണ്ടിൻ്റെയും പ്രയോഗം കാണാം. ഡസ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹി, ഷീ, ഇറ്റ്. പിന്നെ സിംഗുലർ ആയിട്ടുള്ള ഏകവചനത്തിൻ്റെ കൂടെയാണ് ഡസ് എന്ന് ഉപയോഗിക്കുന്നത്. ഡസ് നോട്ട് എന്നുള്ളത് ഡസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡസൻറ്റ്. ഇനി ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഐ, യു, വി, ദേ അല്ലെങ്കിൽ പ്ലൂറലായിട്ടുള്ള ബഹുവചനത്തിൻ്റെ വാക്കുകളുടെ കൂടെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഡോണ്ട് യൂസേജ് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.